നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഘവൻ, ഇന്നലത്തേതിൽ നിന്നും ഒരുപാട് മാറ്റം. ഇന്നലെ ഒരു പുലിയെ പോലെ പോയി എലിയെ പോലെ മടങ്ങിയ അൻവറയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് വീണ്ടും എലി പുലിയായ കാഴ്ചയാണ് കാണുന്നത്. എന്താണ് രാഘവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു, കുഞ്ചൻ നമ്പ്യാർ ഒരു കവിത പഠിച്ചിട്ടുണ്ട്, എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം എന്ന്. ശരിക്കും ഇന്ന് അമ്പുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങോട്ട് പുലിയെ പോലെ ഇരുന്നവൻ എലിയെ പോലെ ആയതാണ്. പക്ഷെ നേരം വെളുത്തപ്പോഴത്തേക്കും വീണ്ടും പുലിയായി തിരിച്ചായി. ഇന്നെന്താണ് സംഭവിച്ചത്? ഗോവിന്ദമാഷിനെ കണ്ടതോടുകൂടി അവസ്ഥ മാറി. ഇന്നെന്താണ് സംഭവിച്ചത്? രാവിലെ ഇന്നിപ്പോൾ അദ്ദേഹം പിന്നെ പി വി അൻവർ നേരെ ചെന്ന് ഗോവിന്ദമാഷിനെ കാണുന്നു. ചർച്ച കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ പി വി അൻവർ ഒരു പുതിയ പി വി അൻവറായിട്ടാണ് വരുന്നത്. അദ്ദേഹം വളരെ ഇന്നലത്തെ പോലെ അല്ല, വളരെ ശക്തമായ ഭാഷയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയ ആളല്ല, പാർട്ടിയാണ് അതാക്കിയത്, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് തുടങ്ങി അദ്ദേഹം ഇന്ന് വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് അങ്ങോട്ട്. എന്ന് വെച്ചാൽ ഇന്നലെ മുഖ്യമന്ത്രി ഇരിക്കാൻ പോലും അനുവദിച്ചില്ല. അതിന്റെ നിരാശയിലാണ് അദ്ദേഹം. ഇന്നലെ കണ്ടില്ലേ മനോരമ ലേഖകരോടൊക്കെ അവിടെ വളരെ ശാന്തമായ സംസാരിച്ചു ഇന്നലെ. അതായത് മാർഷൽ വന്നിട്ട് ഇവിടെ വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞപ്പോ തർക്കിക്കാൻ നിൽക്കാതെ സ്നേഹപൂർവ്വം ഇറങ്ങിപ്പോകുന്ന അൻവറാണ് ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്? എന്ത് സംഭവിച്ചാണ് ഇന്ന്? ഏതായാലും രാവിലെ പി വി അൻവർ ഗോവിന്ദമാഷിനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അവർ നടന്ന ചർച്ചയുടെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കാം ഇന്ന് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്രയും ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ നമ്മൾ അദ്ദേഹം സംസാരിച്ചതുപോലെ ആയിരുന്നില്ല ഇന്ന്. വളരെ ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയിലെ ശരിക്കും അംഗം പോലും അല്ലാത്ത ഒരാൾ, പാർട്ടി സ്വതന്ത്ര MLA പരോക്ഷമായി അതിശക്തമായി പിണറായിക്കെതിരെ തന്നെയാണ് സംസാരിച്ചതെന്നുള്ളത് 100% വ്യക്തമാണ്. എന്തായിരിക്കും പിണറായിക്കെതിരെ ഇത്രയും തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം? പ്രത്യേകിച്ച് അൻവർ എന്ന് പറയുന്നത് ഒരു കളങ്കിത കച്ചവടക്കാരനാണ് ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് അൻവർ എന്ന് പറയുന്നത് പിണറായിയുടെ മാത്രം ഒരു സൃഷ്ടിയാണ്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ എന്ന് പറയുന്നത്, ഉദാഹരണം നമ്മുടെ ONV കുറുപ്പിനെ പോലുള്ള, നടൻ മുരളിയെ പോലുള്ള ധാരാളം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ചേർന്ന് പോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈവൻ മുകേഷിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട്. തീർച്ചയായും സാറ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നിട്ടുണ്ട്. അതെ. അതേസമയം അങ്ങനെയല്ലാതെ കളങ്കിതരായ മുതലാളിമാർ, അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ ബൂർഷകളോ പെറ്റി ബൂർഷകളോ അല്ലെങ്കിൽ മതങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കളങ്കിത നേതാക്കൾ, ഇവരൊക്കെ ഈ കമ്മ്യൂണിസത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത് പിണറായിയുടെ കാലത്താണ്. പണ്ടുമുണ്ട് നമ്മുടെ ആലപ്പുഴയിലെ വൈദ്യർ, എന്താണ് മറ്റേ വർഗീസ് വൈദ്യൻ. പക്ഷേ അവരൊക്കെ പണ്ട് മുതലാളിമാർ വരുമ്പോഴും അവർക്ക് ഈ തൊഴിലാളി വർഗ സിദ്ധാന്തത്തോട് താല്പര്യമുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് പോയാണ് അദ്ദേഹം ബിസിനസ് നടത്തിയത്. അങ്ങനെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ കമ്മ്യൂണിസത്തോട് പുച്ഛമുള്ള, ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, ഈ ചൂഷണം ചെയ്യുന്ന ഈ കളങ്കിത മുതലാളി വർഗത്തിന്റെ പ്രതിനിധികൾ അൻവറിനെ പോലുള്ളവർ CPM-ലേക്ക് വന്നത് പിണറായിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ, ബാക്കി മാറ്റിവെക്കുക, ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ പോസിറ്റീവായി കാണേണ്ടി വരും. കാരണം ലോകമെമ്പാടും കമ്മ്യൂണിസം തകർന്നടിയുന്നു. ഈ കമ്മ്യൂണിസം തകർന്നടിഞ്ഞപ്പോൾ അത് ചൈനയിൽ നിലനിന്നത് ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ അവരതിനെ കൈകാര്യം ചെയ്തുള്ളൂ. അതായത് മുതലാളിത്തം അങ്ങ് എടുത്തു വെച്ചിട്ട് അതിന്റെ ഭരണപരമായ ഓട്ടോക്രസി എന്ന കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം തുടർന്നു. ഈ അർത്ഥത്തിൽ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യം ഇല്ലാതാവാൻ ഈ ബൂർഷ്വായിസത്തിന്റെ എല്ലാ എലമെന്റുകളും അങ്ങെടുക്കുന്നു. ആ എലമെന്റുകൾ സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിന്റെ പേരിട്ടിട്ട് ചെങ്കൊടി പിടിച്ചു പോകുന്നു. അതാണ് പിണറായി എടുത്ത സ്ട്രാറ്റജി. പക്ഷേ പിണറായിക്ക് പറ്റിയ വീഴ്ച ഈ ബൂർഷ്വായിസത്തിന്റെ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഏറ്റവും മോശം എലമെന്റുകൾ, അഴിമതി, സ്വജനപക്ഷപാതം, തട്ടിപ്പ്, കൊലപാതകം, ബന്ധു നിയമനം, ബന്ധുക്കൾക്ക് വേണ്ടി സ്വത്ത് സമ്പാദിക്കൽ, സ്വർണം കടത്ത്, കള്ളക്കടത്ത്, വർഗശത്രുക്കളുമായുള്ള സഖ്യം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞു എന്നാണ് പിണറായിയുടെ വീഴ്ച. ഇതിന്റെ പ്രതീകമായി പിണറായി ഇനിഷ്യേറ്റീവ് എടുത്തു കൊണ്ടുവന്ന കളങ്കിത മുതലാളിമാരിൽ ഒരാളാണ് അൻവർ. ഈ അൻവർ എന്തുകൊണ്ട് തന്റെ ഗോഡ് ഫാദറിനെ, തന്റെ രക്ഷകനെ
തന്റെ നിലനിൽപ്പിന് തള്ളിപ്പറഞ്ഞു എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ് രാജ്മോഹൻ, ഇത് പിണറായിക്കെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണ്. ഇന്നലെ പിണറായിയുടെ മുമ്പിൽ പോയി നിന്ന് ഭയന്ന് വിറച്ച് എലിയെ പോലെ പോയ അൻവർ ഇന്ന് വീണ്ടും പിണറായിക്കെതിരെ കൂടുതൽ ശക്തമായ രംഗത്ത് വരണമെങ്കിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ അതിശക്തമായ ചലനം, അതായത് VS-ഉം പിണറായി വിജയനും നേർക്കുനേർ പോരാടിയിരുന്നത് പോലുള്ള പാർട്ടി സെക്രട്ടറിയായ പിണറായി ഒരു വശത്തെ, മുഖ്യമന്ത്രിയായ VS ഒരു വശത്തെ എന്ന തരത്തിൽ പാർട്ടി പിടിമുറുക്കിയതുപോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അൻവറെ കൊണ്ടുവന്നതാകാം എന്ന് തന്നെയാണ് ഇതിന് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആ പശ്ചാത്തലം കൂടി അറിയാമല്ലോ. അതിനുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA ഉണ്ടായിരുന്നു പണ്ട്, കുഞ്ഞാലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വെടിയേറ്റ് വരികയായിരുന്നു. വളരെ ജനകീയനായ അങ്ങേയറ്റം തൊഴിലാളി പ്രവർത്തകനായിരുന്ന ഒരു നേതാവായിരുന്നു കുഞ്ഞാലി. അദ്ദേഹം പണ്ട് നിലമ്പൂരിലെ CPM-ൻ്റെ MLA ആയിരുന്നിട്ടുള്ള ആളാണ്. അതുപോലെയുള്ള കുഞ്ഞാലി പോലെയുള്ള ആളുകൾ MLA-മാരായിരുന്ന അതേ നിലമ്പൂർ സീറ്റിലേക്കാണ് ഇദ്ദേഹത്തെ പിണറായി കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കുമ്പോൾ ഈ പ്രോക്സികളെ കൊണ്ട് മുന്നിൽ നിർത്തി യുദ്ധം നയിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം രീതിയാണ് പണ്ടും ഇന്നുമൊക്കെ തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു പക്ഷേ പിണറായി വിരുദ്ധ വിഭാഗം അവരിപ്പോൾ എല്ലാവരും ഒരുമിച്ച് സംഘടിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് അൻവറിനെ മുന്നിൽ നിർത്തി പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ VS-ന്റെ കാലത്ത്, VS പിണറായി കാലം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അന്നത്തെ ആ പോരാട്ടം എങ്ങനെയായിരുന്നു? 96-ലെ EK നായനാർ മന്ത്രിസഭയിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്നത് ചടയൻ ഗോവിന്ദനായിരുന്നു. ചടയൻ പെട്ടെന്ന് തന്നെ രോഗബാധിതനായി അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഒഴിവ് വന്നപ്പോൾ VS തന്നെയാണ് പിണറായി നിർദ്ദേശിച്ചത്. പിണറായി പാർട്ടി സെക്രട്ടറി ആവുന്നു, മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആവുന്നു, ശർമ്മ പകരം ആളായിരുന്നോ പിണറായി എന്ന്? തീർച്ചയായും അന്ന് VS-ന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു പിണറായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. VS ആണ് ശരിക്കും പറഞ്ഞാൽ പിണറായിയെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. കാര്യം അന്ന് VS-ന്റെ പ്രധാനകാലമാണ്. കണ്ണൂർ ലോബി ശക്തമല്ലേ? കണ്ണൂർ ലോബി ശക്തമാണെങ്കിൽ പോലും VS എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, VS ഒരു രക്ഷയില്ലാത്ത ശക്തനായ ഒരു ആളായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. പിന്നീട് ശക്തി ചോർന്നെങ്കിലും VS ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ശക്തനായിരുന്നു അന്ന്. VS ആണ് തീരുമാനിച്ചത്. VS-ന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ തന്നെയാണ് പിണറായിയെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. പിന്നീട് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും കൊണ്ടുവന്ന ആളിനെ മാറ്റുക, അല്ലെങ്കിൽ പിന്നെ ചവിട്ടിപ്പുറത്താക്കുക, പിന്നെ എനിക്ക് ആ സ്ഥാനം കിട്ടുക എന്ന രീതിയിലേക്ക് പോവുകയും പിന്നീട് അവർ തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള തർക്കം മൂത്തപ്പോൾ രണ്ടുപേരും PB എന്ന് മാറ്റി ചേർത്തുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നല്ലോ, VS-നെയും പിണറായി വിജയനെയും. അത് വർഷങ്ങളോളം തോന്നുന്നു. PB എന്ന് പറഞ്ഞാൽ പിണറായിയാ, PB-യാ. അന്ന് PB ശക്തമാണ്, ഇന്ന് PB എന്ന് പറഞ്ഞാൽ PB-യാ. അതാണ് വ്യത്യാസം. അതാണ് അവിടെ ജ്യോതി ബാസു, പിന്നെ എത്ര പേരാണ്, സുർജിത്ത്, EMS, അങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു വലിയ നീണ്ട നിരയാണ് അവിടെ. എന്നിട്ടോ ആ ഒരു ചക്രാതി പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇതെന്ന് വേണേൽ പറയാം. തീർച്ചയായും അതിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷെ പിണറായി പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് പുള്ളി അതിന് പൂർണ്ണമായും പാർട്ടി തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത് നമ്മൾ കണ്ടു. അത് മലപ്പുറം സമ്മേളനത്തിലും പാലക്കാട് സമ്മേളനത്തിലും ഒക്കെ തന്നെ പിന്നീട് പിണറായി ശക്തനായി മാറുകയായിരുന്നു. VS ക്രമേണ VS-ൻ്റെ ഒപ്പം നിൽക്കുന്നവരൊക്കെ തന്നെ ഒതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തി. VS-ൻ്റെ ഒപ്പം നിന്ന മറ്റു പലരും, ഇപ്പോൾ MM മണിയൊക്കെ പോലെയുള്ള വിശ്വസ്തന്മാർ പലരും മറുകണ്ഠം ചാടി പിണറായിക്കൊപ്പം ചേരുകയും ചെയ്തു. അങ്ങനെ ഒരു പിണറായി ആകാൻ ഗോവിന്ദൻ മാഷിന് ശേഷിയുണ്ടോ? അതാണ് ചോദ്യം. ഗോവിന്ദൻ മാഷിന് ഒറ്റയ്ക്ക് അങ്ങനെ നിന്ന് നേടാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് ആരും വിശ്വാസമില്ല. പക്ഷേ ചുറ്റിനും ആളുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷിന് മുന്നിൽ നിന്ന് പടം നയിക്കാനേ കഴിയുള്ളൂ. പിണറായി അല്ല ഗോവിന്ദൻ മാഷ്. അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ധർമ്മസങ്കടം ആദ്യമേ പറയട്ടെ. ഞാൻ ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ആരും ചിലർ കേട്ട ചിരിക്കും, ആളുകൾ ചിരിക്കും. പക്ഷെ ഞാൻ ഇടതുപക്ഷ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന, സമൂഹത്തിന്റെ ഇടതുപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് CPI-യോട് ഇപ്പോഴും വലിയ ഇഷ്ടമുള്ളത്. ഇപ്പൊ നമ്മുടെ മന്ത്രി P പ്രസാദ് അടക്കമുള്ളവർ എനിക്ക് വളരെ അടുപ്പമുള്ളവരാണ്. അപ്പം ഈ CPI ഇപ്പോഴും പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അകത്താണ് മന്ത്രിമാർ നിൽക്കുന്നത്. CPI-യിലെ ചില നേതാക്കൾ, ഇപ്പൊ കാനൻ രാജേന്ദ്രന്റെ മകൻ അഴിമതിക്കാരനാണ് എന്ന് വാർത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പരസ്യമായി ഇവരാരും ലാഭത്തിന് വേണ്ടിയോ അഴിമതിക്ക് വേണ്ടിയോ നിന്നിട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിണറായിയുടെ ആധിപത്യം വരുന്നത് വരെ ഒരു പരിധി വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരിക്കുന്നത് കണ്ടു. നമ്മുടെ EK നായനാരുടെ വലിയ കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ച് ആളുകൾ ചോദിക്കുകയാണ്, അപ്പം ഞാൻ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് വരും നാളെ വരും, അത് വലിയ പദവിയൊന്നുമല്ല.
എന്നൊക്കെ പറയുന്ന ഒരു നിഷ്കളങ്കതയുണ്ട്. ഈ ഒരു നിഷ്കളങ്കത, ഈ ഒരു സത്യസന്ധതയുടെ എലമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ന് നഷ്ടപ്പെട്ടത് പിണറായി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അതിനു മുമ്പ് ചില എലമെന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം EK നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശശി സർവാധികാരിയായിരുന്നു. നമ്മളത് മറക്കരുത്. നയനാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടില്ലേ? അത്തരമൊരു അനുഭവം തീർച്ചയായും. പക്ഷേ 87-ൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ AP കുര്യനായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. മുൻ സ്പീക്കറും വളരെ പ്രഗത്ഭനായ CPM നേതാവായിരുന്ന ആളാണ്. അന്ന് കാര്യങ്ങൾ AP കുര്യൻ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ നമ്മളെ പെൻ ബുക്സ് ഒക്കെ ഉണ്ടെന്ന പോളി അയ്യമ്പള്ളിയില്ലേ, അദ്ദേഹം ഈ AP കുര്യൻ്റെ മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AP കുര്യൻ മുൻ സ്പീക്കറാണ്. 80-ൽ അദ്ദേഹം സ്പീക്കറായിരുന്നു. നയനാർ മന്ത്രിസഭ 80-ൽ വരുമ്പോൾ നിയമസഭാ സ്പീക്കറായിരുന്നു. വളരെ പ്രഗത്ഭനായ, എറണാകുളം ജില്ലയിലെ അതിശക്തനായ ഒരു CPM നേതാവായിരുന്നു AP കുര്യൻ. പിന്നീട് ശശി വന്നതോടെ മാറി. 96-ൽ EK നയനാർ വീണ്ടും മുഖ്യമന്ത്രി ആകുന്നു. അതോടുകൂടി പിന്നെ അവസ്ഥ മാറുകയാണ്. അന്ന് തന്നെ നമുക്കറിയാമല്ലോ, അന്ന് ശരിക്കും പറഞ്ഞാൽ VS ആണല്ലോ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് തോറ്റു മാരാരിക്കുളത്ത്. പാർട്ടിയിൽ പിന്നെ ആര് പിൻഗാമിയാകണം എന്ന വിഷയം വന്നപ്പോൾ സുശീല ഗോപാലൻ ജയിച്ചെത്തിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാം. പക്ഷേ അന്ന് മത്സരിക്കാതിരുന്ന നയനാരെ VS-ഉം ഉൾപ്പെടെയുള്ള എല്ലാം കൂടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. അങ്ങനെ ശശി കളത്തിലേക്ക് വരുന്നു. ശശി നമ്മുടെ തെക്കൻ ജില്ലയിൽ അത്ര പരിചയനായ ഒരു നേതാവ് ആയിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും മുല്ലപ്പള്ളിക്കെതിരെ പാർലമെൻറ്റിൽ കണ്ണൂർ സീറ്റിൽ പണ്ട് മത്സരിച്ചിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീടാണ് ശശി അവിടെ ഈ അങ്ങോട്ട് പദവി ഉറപ്പിക്കുന്നത്. ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് ശശി സർവാധികാരിയായി മാറിയത്. അതെ, ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചത് അടക്കമുള്ള വിക്രിയകളിലൂടെയാണ് ശശി അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിനെ പേടിക്കേണ്ട, ചാനലുകളെ പേടിക്കേണ്ട. ആ പടം ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗുണങ്ങളുണ്ട്, ഇല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പോ സൃഷ്ടിക്കാൻ ആദ്യത്തെ ചോദ്യം, അന്ന് ഇപ്പം ഈ ശശി അടക്കമുള്ളവരുടെ അതിശക്തമായ ഇടപെടൽ ഈ പറയുന്ന പിണറായിയുടെ വിജയത്തിനും വളർച്ചയ്ക്കും പിന്നിലുണ്ട്. അതുപോലെ സാമ്പത്തിക ശക്തികളെ പിണറായി കൂടെ നിർത്തിയിരുന്നു. അപ്പൊ അന്ന് തന്നെ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോഴാണ് ലാവ്ലിൻ അഴിമതി കാരണമാവുന്നത്. അന്ന് തന്നെ ഈ പറയുന്ന പ്രഗത്ഭരുമായി അദ്ദേഹം കാനഡ യാത്ര നടത്തിയിരുന്നു. അത്തരമുള്ള ഒരു ബാക്കപ്പ് ഗോവിന്ദ മാഷക്കുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഗോവിന്ദ മാഷ്ക്ക് രണ്ട് കുഴപ്പമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നാമത്തെ കുഴപ്പം അദ്ദേഹത്തിന്റെ അമിതമായ ത്വാത്വിക ഈ എന്താണ് പറയുന്നത്, ഈ താത്വിക അവലോകനങ്ങൾ. അതായത് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ലാത്ത കാര്യം അദ്ദേഹം ഈ എന്തൊക്കെയോ പണ്ഡിതനാണ് എന്ന തരത്തിൽ സംസാരിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഹന്തയും ആ ഒരു കൾച്ചർ. അത് രണ്ടു കുഴപ്പങ്ങൾ. പക്ഷെ അഴിമതിക്കാരനാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോൾ എനിക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ടല്ലോ, എന്താണ് മുതലാളി, ചൈന സുനില് അധികാരം ഉപയോഗിച്ച് അവിടെ കയറിയിട്ട് ഇറക്കി വിട്ടു എന്നാണ് എനിക്ക് അദ്ദേഹം അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു നൽകിയ സൂചന. അപ്പം ഇങ്ങനെ അഴിമതിയിൽ നിന്ന് മാറി നിന്നൊരു നേതാവാണ്. ഈ സൈദ്ധാന്തിക രോഗം മാത്രമേ അദ്ദേഹത്തിന് കുഴപ്പമുള്ളൂ. അതിന്റെ കുഴപ്പം കണ്ണൂരിലെ ഇവിടെ അദ്ദേഹം ശക്തനായത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന് കണ്ണൂരിലെ രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു സ്വഭാവമില്ല. ഒരു കണ്ണൂരിലെ CPM-ന്റെ പൊതു സ്വഭാവം അദ്ദേഹത്തിനില്ല. ഈ പിണറായി വിജയനും പി ജയരാജനും ഒക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട്, അതില്ല. അപ്പോ സൗമ്യനാണ്, പുഞ്ചിരിയുണ്ട്, പിന്നെ സൈദ്ധാന്തിക രോഗം നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ഇവിടെ അദ്ദേഹം പി ജയരാജനെ പിടിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടം. കാരണം പിണറായിയുടെ സ്വഭാവ സവിശേഷതകൾ ഒരു പരിധി വരെയുള്ള നേതാവാണ് പി ജയരാജൻ. ഒരു സംശയമില്ല. പിണറായി ആക്കിയത് പി ജയരാജനുള്ള റോള് ചെറുതല്ല. പക്ഷെ ജയരാജൻ പിണറായിക്ക് ഇല്ലാത്തൊരു ഗുണമുണ്ടായിരുന്നു. ജയരാജൻ അഴിമതിക്കാരനായിരുന്നില്ല. അതെ, അവിടെയാണ് പി ജയരാജൻ പ്രത്യേകത. പാർട്ടി രക്തത്തിൽ കവർന്നു, ആ പാർട്ടിക്ക് വേണ്ടി എന്ന് വെച്ചാൽ അങ്ങനെ പിണറായിക്ക് വേണ്ടിയും അമിതമായി ചെയ്തു. പക്ഷേ പിണറായിയുടെ ചരിത്രം പരിശോധിക്കുക, അവസരം കിട്ടുമ്പോഴൊക്കെ കൂടെ നിന്നവർ കിട്ടും ചവിട്ട് കൊടുത്തിട്ടുണ്ട്. കരുണാകരനെ പോലെ അല്ല, കൂടുന്നവർക്ക് ചവിട്ട് കൊടുത്തിട്ടുണ്ട്. തനിക്ക് ഭീഷണിയായാൽ അവരെയൊക്കെ വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണുമ്പോൾ എന്നെ അത്ഭുതത്തോടെ ഞെട്ടലോടെ കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഈ പി ജയരാജൻ ഇന്നും സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. അതിനേക്കാൾ സീനിയർ ആയിരുന്നു, അതായത് ശശിയേക്കാൾ സീനിയർ ആയിരുന്ന ജയരാജൻ ഇന്നും സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ശശി ഏതാണ്ട് 10-12 വർഷം പാർട്ടിക്ക് പുറത്തു നിന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗമായി.
ഇവിടെ ഈ പറയുന്ന ജയരാജനെ നമ്മുടെ ഗോവിന്ദ മാഷ് പിടിച്ചിരിക്കുന്നു എന്നതാണ് ഗോവിന്ദ മാഷിന്റെ ഏറ്റവും വലിയ ശക്തി. കാരണം പിണറായിക്ക് ബദലായി ഗോവിന്ദ മാഷിന് മുമ്പിൽ നിർത്താൻ കഴിയുന്ന കരുത്തനായ നേതാവാണ് ജയരാജൻ എന്ന് മാത്രമല്ല, അണികളുണ്ട്. കണ്ണൂർ ജില്ലയിൽ ശക്തമായതുപോലെ അദ്ദേഹത്തിന് അണികളുമുണ്ട്. പി ജയരാജനെ സംബന്ധിച്ച് ശക്തമായതുപോലെ അണികളുണ്ട്. ഈ അണികളെ ഇല്ലാതാക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് ശ്രമിച്ചു. അതെ, ഞാൻ ഈ ജയരാജനെ അഴിമതിക്കാരനല്ലെന്നും ജനപിന്തുണയാളാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു മുതിർന്ന നേതാവ് എന്നെ ഒരിക്കൽ വിളിച്ചു. കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് അയാൾക്ക് ഒരു പിന്തുണയില്ലെന്ന് എന്നോട് പറഞ്ഞു. CPM-ലെ ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞു. അതായത് ആ ഒരു CPM നേതാക്കൾക്കിടയിൽ ജയരാജൻ അവർ ഇല്ലാതാക്കുന്ന ഒരുപാട് ശ്രമിച്ചു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി, തെരഞ്ഞെടുപ്പ് നേതൃത്വം തോറ്റു, അവസാനം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ പറിച്ചു നട്ടു. എന്നിട്ടും അദ്ദേഹത്തിന് അണികൾക്കിടയിലുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ല. കാരണം അഴിമതിക്കാരനല്ല എന്ന് മാത്രമല്ല, വെട്ടൊന്ന് മുറി രണ്ട് എന്ന നിലപാടാണ്. ഇതായിരിക്കും MV ഗോവിന്ദന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം പ്രതികാര വാഞ്ചയുള്ള നേതാവാണ് ജയരാജൻ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിണറായി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു EP. ഈ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾക്കൊടുവിൽ പിണറായിക്ക് പോലും കൈവിടേണ്ടി വന്നതോടെ EP വളരെ അപ്രസക്തനായിരിക്കുന്നു. EP BJP-യിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട തരത്തിൽ അപ്രസക്തൻ. ഇതിനകത്തൊരു വലിയ റോള് ഗോവിന്ദ മാഷ്ക്കുണ്ട്. കാരണം പിണറായി ശക്തനായിരിക്കുന്ന പിണറായിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളെയൊക്കെ വെട്ടിയൊതുക്കി EP പോയി. MV ജയരാജൻ കാല് മാറുന്ന സാഹചര്യത്തിലാണ്. കാരണം പാവപ്പെട്ടവനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പാർട്ടി പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ. അങ്ങനെ പതിയെ പതിയെ കണ്ണൂരിന്റെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. ശൈലജ ടീച്ചർ അടക്കമുള്ളവർ ഗോവിന്ദ മാഷൊക്കൊപ്പമാണ്. പിന്നെ ആകെ അവശേഷിക്കുന്നത് ശശിയും രാകേഷും അടക്കമുള്ളവർ മാത്രമാണ്. പക്ഷെ അവർക്ക് പോലും അവിടെയാണ് രാകേഷിനെ അവർക്ക് പിടിക്കാം. പക്ഷെ ശശിയുടെ കാര്യത്തിൽ ശശിയെ തകർത്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കാരണം ശശിയാണ് പിണറായിയുടെ ശക്തി കേന്ദ്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പിണറായിയെ എതിർക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കാരണമെന്ന് വളരെ വ്യക്തമാണ്. മരുമകനിലേക്ക് അധികാര കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ഒറ്റ കാരണം. അല്ലെ, മരുമകനിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നു. നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. ഈ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തിയതിന് ശേഷം മന്ത്രി കെ രാജനെ അപ്രസക്തനാക്കുന്ന, റവന്യൂ മന്ത്രി അവിടെ ഉണ്ട്, എന്നിട്ട് അദ്ദേഹത്തെ അപ്രസക്തനാക്കുന്ന രീതിയിലാണ് മന്ത്രി പെരുമാറിയെന്ന് CPIക്ക് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്നുള്ള പരാതി ഘടകകക്ഷികൾക്കും സ്വന്തം പാർട്ടിയിൽ തന്നെ മന്ത്രിമാർക്കും പലർക്കും ഉണ്ട്. എല്ലാ വകുപ്പുകളിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ CPM-നുള്ളിൽ മുമ്പെങ്ങും ഇത്തരത്തിലുള്ള ഒരു കുടുംബാംഗങ്ങൾ ഇടപെടൽ അവിടെ ഒരു വിഷയമേ ആയിട്ടില്ല. ഇപ്പോൾ EMS-ൻ്റെ ഒക്കെ തന്നെ മക്കൾ പൊതുരംഗത്തുണ്ടായിരുന്ന പോലെ അവരാരും അത്തരത്തിൽ ഇടപെടൽ നടത്തുകയോ അത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ CPM-ൻ്റെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധു ഇടപെടൽ വളരെ സജീവമായി ഉണ്ടാകുന്നതും പാർട്ടിക്കകത്ത് തന്നെ അത് വലിയൊരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതും ഒക്കെ തന്നെ. CPM-ൽ മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നില്ല കരുണാകരന്റെ മകൻ കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടില്ലല്ലോ. ഇല്ല 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 കേരളത്തിൽ അങ്ങനെ ഒരു ഇത്രയും ഉറ്റ ബന്ധു ഒരു മന്ത്രിസഭയിൽ ഉണ്ടായ ചരിത്രം കേരളത്തിലില്ല. നമ്മളൊക്കെ ചിരിച്ചും തമാശയും പറഞ്ഞിരുന്നതാണ്. എത്രയോ കാലം ഈ കരുണാകരനെയും ആന്റണി, ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെ അവരുടെ മക്കളുടെ രാഷ്ട്രീയത്തിന് പേരിൽ കളിയാക്കിക്കൊണ്ടിരുന്നവരാണ് CPM-കാരൻ. പക്ഷെ അതിന്റെ ഏറ്റവും പീക്കായ കാഴ്ചയാണ് പിണറായിയുടെ മന്ത്രിസഭയിൽ മരുമകൻ ഉണ്ടാവുന്നു, മരുമകൻ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവും. ഇതിൽ വിചിത്രം. അതും അതിനുള്ള സീനിയോറിറ്റി ഇല്ല, അതിനുള്ള യോഗ്യതയില്ല. ഇപ്പൊ മുസ്ലിം കോട്ടയാണെന്ന് കരുതുക. ആ മുസ്ലിം കോട്ടയാണെങ്കിൽ പോലും നമ്മുടെ ഗുരുവായൂർ MLA ആയിരുന്ന ആളടക്കം എത്രയോ ആൾക്കാരുണ്ടായിരുന്നു മുസ്ലിം കോട്ട. കെ വി അബ്ദുൽ ഖാദർ ഉണ്ട്. അവരെയൊക്കെ വെട്ടി ഒതുക്കിയിട്ടാണ് മരുമകനെ കൊണ്ടത്. അപ്പൊ ഇവിടെ ഇതൊന്നും എതിർക്കാൻ CPM-ന് കഴിയുമായിരുന്നില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്നതിൽ ഒരു പാവയെ പോലെ മക്കളുടെ ദൗർബല്യത്തിന്റെ പേരിൽ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാവുന്നത് കൊണ്ട് പിണറായിയുടെ അടിമയെ പോലെ മുമ്പോട്ട് പോയി. കോടിയേരി മരിച്ചതോടെ പിണറായി നേരിട്ട പ്രതിസന്ധി പിന്നെ ആര് പാർട്ടി സെക്രട്ടറി ആവും? ഒന്നെങ്കിൽ വിജയരാഘവൻ, അല്ലെങ്കിൽ ബാലൻ, അല്ലെങ്കിൽ EP ജയരാജൻ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ. ഇവിടെ ഇവരിൽ എല്ലാവരിലും ഒരു അധികാര ഫോർമുല വന്നിട്ടാണ് ഭേദം എന്ന നിലയിൽ ഗോവിന്ദ മാഷ് വരുന്നത്. ഈ ഗോവിന്ദ മാഷ് വരുന്നതോടെ പിണറായിയുടെ കഷ്ടകാലം ആരംഭിച്ചു. അവസരം കാത്തിരിക്കുകയായിരുന്നു. ഈ അവസരമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ എലിയായിരുന്ന അൻവർ ഇന്ന് പുലിയായി. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാര്യം പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മൾ പറഞ്ഞിരുന്നു. അല്ല,
ഇതിന്റെ പിന്നിൽ ഗോവിന്ദ മാഷ് തന്നെയാണ്. ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ ഒതുക്കിയേ മതിയാവും. ഒന്നാമത് ആരോഗ്യ പ്രശ്നമുണ്ട്, രണ്ടാമത് പിണറായിയെ പിന്നെയും സഹിക്കാം, പക്ഷെ മരുമകനിലേക്ക് അധികാരം കൈമാറുന്നത് ഇവർ സമ്മതിക്കില്ല. ഇവിടെ ആ ഒരു ബലത്തിന്റെ പുറത്താണ് അൻവർ പച്ചക്കാറ്റ്. ഇന്നലെ പിണറായിയുടെ ശക്തി പവർ ഗ്രൂപ്പിനെയാണ് അറ്റാക്ക് ചെയ്തത്, ഇന്ന് പിണറായി തന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്തു. ഓർക്കണം, അദ്ദേഹം പറയുകയാണ് പിണറായി നേരിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രി ആയ ആളല്ല. ഇന്നലെ വരെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെന്നാ പറഞ്ഞു. അതെ, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു ഒരു സ്വതന്ത്രൻ വന്ന് പറയാണ് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് നല്ല മുഖ്യമന്ത്രി ആയെന്ന്. പാർട്ടി അപ്പൊ ഇന്നലെ മുതൽ അദ്ദേഹം പാർട്ടിയുടെ ആളായി മാറി. അതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്ന്, CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളിയുണ്ട്. ആ മുറവിളിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ എന്റെ ഏറ്റവും വലിയ വിഷമം, ഞാൻ ആകെ നിരാശനായിരിക്കുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPIനെ പിണറായി വിജയനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. പിണറായി തന്റെ മരുമകനിലേക്ക് കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, നാടിനെ കട്ടുമുടിക്കുന്നു. അതുകൊണ്ട് പിണറായിയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കണം എന്ന് CPMകാരോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ ആവശ്യം ഇപ്പോൾ പാർട്ടി അംഗീകരിക്കുന്നു, ശരിയാണെന്ന് പറയുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കൊട്ടാര വിപ്ലവത്തിന്റെ തമ്പുരാനായി നിൽക്കുന്നത് അൻവറിനെ പോലൊരാളാണ് എന്നത് തകർത്ത് കളയുന്ന കാര്യമാണ്. അത് മാത്രമാണ് ഞാൻ പറഞ്ഞു, ഇതൊരു അനിവാര്യമായ മാറ്റമാണ്. ഇങ്ങനെ സംഭവിച്ച മതിയാവുമായിരുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ മാറ്റമുണ്ടാകണം. പക്ഷേ ഈ മാറ്റത്തിന് കാരണമായിരിക്കുന്ന ആൾ അൻവറാണ് എന്നത് നിരാശപ്പെടുത്തുന്നതാണ്. അത് വളരെ സങ്കടകരമാണ്. തീർച്ചയായും. അപ്പോൾ പണ്ട് റഷ്യയിൽ ഏതാണ്ട് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്റ്റാലിൻ്റെ പ്രതാപകാലത്ത് സ്റ്റാലിനും ഏതാണ്ട് ഇതുപോലെ ആയിരുന്നല്ലോ. അദ്ദേഹം ആരെ അംഗീകരിക്കില്ല, അദ്ദേഹം പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുക, ഈ രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിനും ഇതുപോലൊരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. ബെറിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബെറിയ ഒരു ഉദ്യോഗസ്ഥനായി വന്ന് അവസാനം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും എല്ലാ കാര്യത്തിലും സ്റ്റാലിനേക്കാൾ അവസാനം ഈ ബെറിയ തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി. ആർക്കും എതിർക്കാൻ തരില്ല, ക്രൂഷ്ചേവ് ഉൾപ്പെടെയുള്ള എല്ലാവരും പെട്ടു. പക്ഷേ അവസാനം അവിടെയും കൊട്ടാര വിപ്ലവമൊക്കെ നടന്നു. സ്റ്റാലിൻ രോഗബാധിതനായി, അദ്ദേഹം കിടപ്പിലായി, അദ്ദേഹം പിന്നെ അന്തരിക്കുന്നു. ഈ ബെറിയയെ അവസാനം ഈ ക്രൂഷ്ചേവ് സംഘം ചെയ്തത് വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതായിരുന്നു. ആ ബെറിയ എന്ന് പറഞ്ഞ ഒരാൾ റഷ്യയെ പേടിപ്പിച്ച് നിർത്തിയിരുന്നത്, സ്റ്റാലിൻ്റെ പേര് പറഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവൻ പേടിപ്പിച്ച് നിർത്തിയിരുന്ന ആ ബെറിയയ്ക്ക് ഉണ്ടായത് ഈ ഒരു ദുരന്തമാണ്. ബെറിയയെക്കുറിച്ച് ഒരിക്കൽ, ഈ ബെറിയയുടെ മരണത്തെക്കുറിച്ച് ഈ നമ്മുടെ പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്ന CP രാമേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ബെറിയ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ വാർത്ത അറിഞ്ഞ് അദ്ദേഹം അത് ഡൽഹിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ EMSനെ പാർട്ടി ഡൽഹിയിൽ ഓഫീസ് കാണാൻ ചെന്നിട്ട് പറഞ്ഞു ബെറിയ കൊല്ലപ്പെട്ടു. EMS അത് വിശ്വസിച്ചില്ല എന്ന്. ബെറിയ ഒരിക്കലും കൊല്ലപ്പെടില്ല, അത്രയും അയാൾ സേഫാണല്ലോ എന്ന് പറഞ്ഞു. അവസാനം CP റഷ്യൻ എംബസി ചെന്ന് അന്നത്തെ വാർത്ത അയച്ച് ടാസിൻ്റെ ആ ടേക്ക് കീറിക്കൊണ്ടുവന്ന് കാണിച്ചു എന്നാണ് ബെറിയ ഷോട്ട് ഡെഡ് എന്നുള്ളത്. അപ്പോൾ ഈ വലിയ ഒരു എന്താണ്, ഈ ഇത്ര ഓട്ടോക്രാറ്റിക് ഭരണം നടത്തിയ ഒരാളിൻ്റെ സഹായിയായി നിന്ന് അയാളെക്കാളും വലിയ രാജാവായി മാറിയ ഒരാളായിരുന്നു ബെറിയയും. അതുപോലെ സ്റ്റാലിൻ്റെ ഭരണമൊക്കെ തന്നെ. ഒരുപക്ഷെ അതിനെയൊക്കെ തന്നെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ ഒരുപക്ഷെ പറയേണ്ടി വരും. അതായത് ക്രൂഷ്ചേവാണ് ഗോവിന്ദൻ, ബെറിയാണ് P ശശി, അല്ലെ? അങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാം. അപ്പോ അത് വളരെ കൃത്യമാണ് കേട്ടോ. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫ്ലോ തന്നെയാണത്, അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പ്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഒരു ബഫൂൺ എന്ന പേരായിരുന്നു അൻവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. അൻവർ ഉണ്ടയില്ല വെടിവെക്കുന്ന കാര്യത്തിൽ വിദഗ്ധരാണ്. അപ്പം അതിനകത്ത് ഒരു സംശയമുണ്ട്, അൻവർ വെച്ചിരിക്കുന്ന വെടികളെല്ലാം ഉണ്ടയില്ല വെടികൾ. ഇപ്പൊ മറുനാടിനെ പൂട്ടിക്കെട്ടുമ്പോൾ രംഗത്തിറങ്ങി എന്തെല്ലാം ആരോപണങ്ങളാണ്. സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം, കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളവർക്ക് അറിയാം, പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത്. ഇല്ലാത്ത കേസ്, കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു. ആ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചിട്ട് അത് പൊളിഞ്ഞു പോകും. അൻവറിന്റെ വാക്ക് കേട്ട് കള്ളക്കേസ് എടുക്കാൻ കൂട്ടുനിന്ന ADGPക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന വിചിത്രമായിട്ട് പ്രതിഭാസമുണ്ട്. അതിന്റെ പേര് പറഞ്ഞ് ADGP ഇറക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ മറുനാടിന്റെ പേര് പറയുന്ന 2 ലക്ഷ്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മറുനാട് മുസ്ലിം വിരോധ മാധ്യമ സ്ഥാപനമാണെന്ന് അൻവർക്കും മീഡിയ വണ്ണിനും മത്സരിച്ച് ക്യാമ്പയിൻ ചെയ്ത് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ ഇല്ല കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക്. ഞാൻ 2-3 കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പേരാമ്പ്ര കോടതിയിൽ ഒരു കേസിന് പോയിരുന്നു. പേരാമ്പ്ര കോടതിയിൽ ഞാൻ കോടതി വരാന്തയിൽ ഇരിക്കുമ്പോൾ, കാരണം കേസ് ആദ്യം വിളിച്ചിട്ട് 2ാമത് വരാൻ പറഞ്ഞു, കോടതി വരാന്തയിൽ ഇരിക്കുമ്പോൾ 3-4 കച്ചവടക്കാർ അവിടേക്ക് കയറി വരുന്നു.
അപ്പം ഇവര് മുസ്ലിമുകളാണ്. അവൾ കാണുമ്പോൾ അറിയാം, അവരുടെ വേഷധാരത്തിൽ കാണുമ്പോൾ അറിയാം. എനിക്കൊരു ചെറിയ എന്താ കുഴപ്പം, എന്റെ അടുത്ത് വന്നിട്ട് ഷാജി സാറല്ലേ ചോദിച്ചാണെന്ന് പറഞ്ഞു. ഓരോരുത്തരും പരിചയപ്പെട്ടു. ഒരാൾ റഫീഖ് എന്നാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. 3-4 പേരുണ്ട്. ഇവരെന്നെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, സാർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടാമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊള്ളാവില്ല, ഞാൻ സാറിന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പേരാമ്പ്ര ടൗണിലൂടെ നടക്കുമ്പോൾ എന്നെ ഒരുപാട് പേരൊന്ന് പരിചയപ്പെട്ടു. ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി ചായ കുടിക്കുകയും സാധനം വാങ്ങുകയും ചെയ്ത് സകല മനുഷ്യരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെന്നോട് സ്നേഹത്തോടെ പെരുമാറി. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് എന്നോട് പിണക്കമില്ല. ഞാൻ മുസ്ലിം വിരോധിയാണ് എന്ന് അൻവർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മീഡിയ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു, നിരന്തരമായി പറയുന്നു. അപ്പൊ ഇതുകൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ് ഇതൊക്കെ. ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി അൻവർ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ ഒരു ഹീറോ പരിവേഷം കിട്ടി. പക്ഷെ പിണറായിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് എന്നെ നിരവധി പേർ, അൻവർ എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും അൻവർക്ക് പിണറായിക്കെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കാൻ കഴിയുന്നുണ്ടല്ലോ, പിണറായിസത്തിനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അൻവർ ഇത്രയും കാലം ഒരു ബഫൂണിന്റെ പേരായിരുന്നെങ്കിലും ഇപ്പോൾ അൻവറിന് ഒരു സൂപ്പർ ഹീറോയുടെ പരിവേഷം കിട്ടിയിട്ടുണ്ട്. അത് ഈ മറുനാടനെ വേട്ടയാടുന്നതിന്റെ പേരിൽ അതായത് ഈ സുഡാപ്പികൾ കൊടുക്കുന്ന വീരപരിവേഷമല്ല. നീതിബോധമുള്ള മനുഷ്യൻ പിണറായിക്കെതിരെ ഒടുവിൽ പിണറായി താവളത്തിൽ നിന്നും ശബ്ദമുയർന്നല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അൻവർ പിണറായിക്കെതിരെ വെച്ചതടക്കം, മറുനാടിനെതിരെ വെച്ചതടക്കം മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട് ഇലപടികളാണ്. ഇപ്പൊ അജിത് കുമാർ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. തെളിവ് എവിടെയാണ്? അജിത് കുമാർ 12,000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കിയെന്ന് പറയുന്ന ഒരു വലിയ ആരോപണമായി. ഇന്നിപ്പോ രാവിലെ ഞാൻ മറ്റേ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിന്റെ ഭാഗം കേൾക്കുകയായിരുന്നു. ഈ അരുൺകുമാർ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അരുൺകുമാർ നമുക്ക് ബഹുമാനം തോന്നും ഈ വിഷയത്തിലൊക്കെ. റിപ്പോർട്ടർ ചാനൽ സ്വന്തമാണ്, അരുൺകുമാറിന്റെ സ്വന്തമാണ് അൻവറെങ്കിലും അദ്ദേഹം നിഷ്പക്ഷമായും സത്യസന്ധമായ വിഷയങ്ങൾ വിലയിരുത്തുന്നു. ഇന്നത്തെ ചർച്ചയിൽ അരുൺകുമാർ ശരിക്കും പൊളിച്ചു കൊടുത്തു. ഈ അജിത് കുമാറിനെതിരെയുള്ള വീടിന്റെ വിവാദം പോലും തട്ടിപ്പാണ്. 2-3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മനുഷ്യൻ, അയാൾക്ക് അമ്മായിപ്പൻ കൊടുത്ത ഭൂമി, ദാനമായി കൊടുത്ത ഭൂമി, അമ്മായിപ്പൻ വാങ്ങി കൊടുത്ത, അമ്മായിപ്പന് ഇഷ്ടംപോലെ കാശുണ്ട്, അയാൾ ലോൺ എടുത്താണ് ആ കെട്ടിടം പണിയുന്നത് തെളിവ് വന്നിരിക്കുന്നു. അപ്പൊ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഇത്തരം പച്ചക്കളങ്ങളാണ്. ഇത് അന്വേഷിച്ച് തെളിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദ്യം ഒരു വശത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, അൻവറിന് എന്ത് സംഭവിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അൻവറിന്റെ ഇമേജ് തിരിച്ചു കിട്ടിയെന്നതും ഗോവിന്ദൻ മാഷ് ശക്തനാവുന്നു എന്നതുമാണ്. ഗോവിന്ദൻ മാഷ് തീർച്ചയായും ശക്തനാവും, പതിയെ പതിയെ പിടിമുറുക്കും. അൻവറെ താൽക്കാലികമായി പോസ്റ്റർ ബോയിയെ മുമ്പിൽ നിർത്തിയിരിക്കുന്നതാണ്. അത് എന്താണ് രാജ്മോഹന് തോന്നുന്നത്? തീർച്ചയായും ഈ അൻവറിന് തൽക്കാലം ഈ പോസ്റ്റർ പോയാൽ തന്നെ നിലനിൽക്കും. പക്ഷേ കണ്ണൂർ ലോബിയും കേരളത്തിലെ മറ്റുള്ള ഒരുപാട് നേതാക്കൾ, അതൃപ്തരായ എത്രയോ പേരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഗോവിന്ദ മാഷിനെ പിന്നിൽ അണിനിരക്കുകയാണെങ്കിൽ തീർച്ചയായും പിണറായിക്ക് പിൻവാങ്ങേണ്ടി വരും, ഉറപ്പാണ്. കാരണം ജി സുധാകരൻ ഉദാഹരണം തന്നെ എടുത്തുകൂടെ? നമ്മൾ നേരത്തെ പലരുടെയും കാര്യം പറഞ്ഞ് മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടറി അംഗമായത്, ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ അതിനുമുമ്പ് എത്തേണ്ട ആളാണ്, എടുത്തിട്ടില്ല. ഇതുപോലെ എത്രയോ പേര്. അപ്പോൾ അവരെല്ലാവരും ഈ ഇത്തരത്തിൽ ഒതുക്കപ്പെട്ട ഒരുപാട് പേര് CPM-ൽ ഇപ്പോഴുണ്ട്. കണ്ണൂർ CKP പത്മനാഭൻ, അങ്ങനെ എത്ര ജനപിന്തുണയുള്ള ആൾ ഇഷ്ടപ്പെടുന്ന എത്രയോ പേര് ഒതുക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഒന്നിച്ച് നിന്ന് ഗോവിന്ദ മാഷൊപ്പം നിന്ന് ഗോവിന്ദ മാഷ് അങ്ങനെ ഒരു പടം നയിച്ചാൽ വിജയം ഗോവിന്ദ മാഷിന് തന്നെയായിരിക്കും. പാർട്ടി പിടിക്കാൻ കഴിയും അദ്ദേഹത്തിന്. ഗോവിന്ദൻ മാഷ്ക്ക് പി ജയരാജന്റെ പിന്തുണ അവിടെ ഉള്ളതുപോലെ തന്നെ പി രാജീവിന്റെ പിന്തുണ നിർണായകമാണ്. പക്ഷെ അത് എനിക്ക് അപകടം തോന്നുന്നത് രണ്ടാണ്. ഒന്ന് പി രാജീവിന്റെ പിന്തുണയും PV അൻവറിന്റെ പിന്തുണയും. PV അൻവർ പോസ്റ്റർ ബോയ് ആണ്. ഗോവിന്ദ മാഷ് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ കൂടി വന്നാൽ കുറച്ചു കാലം ഒരു മന്ത്രിസ്ഥാനം വല്ലതും കൊടുക്കുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല, അങ്ങ് പൊക്കോളും. പക്ഷെ പി രാജീവ് മറ്റൊരു പിണറായി വിജയൻ തന്നെയാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ കരുത്തനായ, കരുതുന്നതിനേക്കാൾ ശക്തനായ, കരുതുന്നതിനേക്കാൾ തന്ത്രജ്ഞനായ നേതാവാണ് പി രാജീവ്. ഈ സൗമ്യമായ മനസ്സുണ്ടെന്നേ ഉള്ളൂ, സൗമ്യമായ മുഖമുണ്ടെന്നേ ഉള്ളൂ, സൈദ്ധാന്തിക രോഗമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തന്ത്രങ്ങൾ പിണറായി വിജയനെ പോലും വെട്ടുന്ന തരത്തിലുള്ള തന്ത്രജ്ഞനാണ്. അപ്പൊ പി രാജീവാണ് ഗോവിന്ദ മാഷ്ക്ക് ശക്തിയായി വന്നിരിക്കുന്നത്. പി രാജീവിന്റെ ലക്ഷ്യം ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പാർട്ടി സെക്രട്ടറി ആയി താൻ വന്നോളുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഫോർമുല വിജയിച്ചത് വരാം, പിണറായി താഴെ വീണെന്നും വരാം, ഒരു സംശയം വേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായിക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്റെ തോന്നൽ അങ്ങനെയാണ്. പി രാജീവും MV ഗോവിന്ദനും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്, അവിടെ PV അൻവറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ്, ഇത് വിജയിച്ച് പിണറായിക്ക് വീഴ്ച ഉണ്ടാവാം. പിണറായിയുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഇനി 2 കൊല്ലം കൂടി കഷ്ടിയെ ഭരണമുള്ളൂ. പക്ഷെ പിണറായിയുടെ വീഴ്ച ഉണ്ടാവുന്നത് അധികാരം മരുമകനിലേക്ക് മാറിയില്ലെങ്കിൽ മരുമകൻ അപ്രസക്തനായി പോവും. ഇതോടുകൂടി പൂർണ്ണമായും
ഇല്ലാതായി തീരും. ഒരു മന്ത്രിസ്ഥാനം പോലും, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് വന്നു, അടുത്ത തവണ സെക്രട്ടേറിയറ്റ് ഉണ്ടാവത്തില്ല, മന്ത്രിസ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപകടകരമായ ഒരു അവസ്ഥ, അല്ലേ? അതെ അതെ, ഇത് ആ ഒരു വശത്തേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ഗോവിന്ദൻ മാഷ് പി രാജീവിനെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒപ്പം നിർത്തി തന്നെയാണ് പടം നയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി പിടിച്ചെടുക്കാനും പറ്റും, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പി രാജീവ് ഭാവിയിൽ ഉയർത്തുന്ന ഒരു ഭീഷണി അവിടെ ഉണ്ടായിരിക്കാം. അത് ഒരുപക്ഷെ VS പിണറായി കൊണ്ടുവന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. എങ്കിലും വളരെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയിലൊക്കെ തന്നെ പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെയൊക്കെ തന്നെ ദയനീയമായൊരവസ്ഥ അതിൻ്റെ കാരണമായി എന്ന് പാർട്ടിക്ക് അണികൾ പോലും ചർച്ചയുണ്ട്. കണ്ണൂർ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞില്ലേ? അതൊക്കെ തന്നെ അതിൻ്റെ സൂചനകളാണ്. ആ കണ്ണൂരിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അവിടുത്തെ പാർട്ടി സഖാക്കൾ വോട്ട് ചെയ്തില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ സുധാകരൻ അവർ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, ഈ അവശേഷിക്കുന്ന കാലയളവിൽ ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ, അതായത് പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോഴത്തെ സാഹചര്യം നിലനിന്നാൽ കോൺഗ്രസുകാർക്ക് ഭരണം വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം MV ഗോവിന്ദൻ ആഗ്രഹിക്കുന്നില്ല പിണറായിയെ മുമ്പ് നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടി. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു, വ്യക്തമായ എന്റെ ഇൻഫർമേഷൻ ആണ്. ഒരിക്കൽ കൂടി പിണറായിയോ പിണറായിയുടെ മരുമകനോ അധികാരത്തിൽ വരണം എന്നാണ് BJPയുടെ ആഗ്രഹം. BJPയെ സംബന്ധിച്ചിടത്തോളം CPM ഇല്ലാതായാൽ മാത്രമേ BJPക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയൂ. BJPക്ക് കിട്ടാവുന്ന സ്വന്തമായ വോട്ടുകൾ ഈ 15-20% അപ്പുറത്തേക്ക് പോവില്ല. 20% എത്തുമെന്ന് കരുതിക്കോളൂ. കൂടിയാൽ 22% വരെ BJPക്കാരെ ഇവിടെ കിട്ടും. ഇനി അവിടെ നിന്ന് അടുത്ത 15% വോട്ട് കൂടി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 20% വോട്ട് കൂടി കിട്ടണമെങ്കിൽ CPIM ഇല്ലാതാവണം. കോൺഗ്രസ് ഇല്ലാതായിട്ട് കാര്യമില്ല, CPIM ഇല്ലാതാവണം. കോൺഗ്രസ് ഒരിക്കലും ഇല്ലാതാവില്ല എന്ന് ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJP മനസ്സിലാക്കി. കോൺഗ്രസ് ഈ പറയുന്ന വെയിലേറ്റ് വാടിപ്പോകുന്ന മരം പോലെയാണ്. മഴ പെയ്യുമ്പോൾ കിളിർത്തു വരും. രാജ്യത്ത് എല്ലായിടത്തും അതിന് വിത്തുകളുണ്ട്. എന്നാൽ CPM അങ്ങനെയല്ല. അത് ഉരുൾപൊട്ടത്തിൽ അടിവേര് സഹിതം ഒഴുകിപ്പോകുന്ന പാർട്ടിയാണ്. ഇവിടെയൊക്കെ CPM ഉണ്ടായിരുന്നു, അവിടെയൊക്കെ BJP ആ CPMന്റെ അടിത്തറയിലാണ് അവരുടെ ശക്തി കെട്ടിപ്പൊക്കിയത്. അത് ബംഗാളിലാണെങ്കിലും ശരി, ത്രിപുരയിലാണെങ്കിലും ശരി. അതുകൊണ്ട് കേരളത്തിൽ BJP വളരണമെങ്കിൽ CPM അഴുകിയില്ലാതാവണം. അഴുകിയില്ലാതാവണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഭരിക്കണം. ഇപ്പോൾ അങ്ങോട്ട് ഇലക്ഷൻ നടന്നു, കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയാൽ CPM വീണ്ടും കയറി വരും, BJP വളരില്ല. അതുകൊണ്ട് BJPയുടെ ആഗ്രഹം ഒരു തവണ കൂടി ഇവിടെ CPM ഭരിക്കണം. ആ ഭരണം പിണറായിയോ പിണറായിയുടെ മരുമകനാണ്. മരുമകനാണെങ്കിൽ BJP ഹാപ്പിയാണ്. കാരണം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആവുന്നതോടെ BJPയുടെ ഈ മത പൊളിറ്റിക്സ്, റിലീജിയസ് പൊളിറ്റിക്സ് ശക്തമായി വർക്കൗട്ട് ചെയ്യും. അപ്പം ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. ഇതുകൊണ്ട് തന്നെ ഈ 1.5 കൊല്ലത്തിനടുത്ത് ഇടയിൽ ഭരണമാറ്റം സംഭവിച്ചില്ലെങ്കിൽ നോക്കിക്കോളൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMനെ തോൽപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഗോവിന്ദൻ മാഷായിരിക്കും. കാരണം ജയിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പിണറായിയെ മാറ്റി പകരക്കാരനാവാൻ ഗോവിന്ദൻ ശ്രമിക്കുന്നത്. ഈ സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പോസ്റ്റർ ബോയ് അൻവർ നിൽക്കുന്നത്. കാരണം അൻവർക്ക് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ സ്കോപ്പില്ല. കാരണം മരുമകൻ അവിടെ ഉണ്ട്. ഇനി മറ്റേ മന്ത്രി എന്തോ അയാളുടെ പേരിന് ഒരു വേറൊരു മന്ത്രി അബ്ദുറഹ്മാൻ മന്ത്രിയാക്കി. അദ്ദേഹം മലപ്പുറത്ത് ജില്ലക്കാരനും കൂടെയാണ്. അബ്ദുൾ റഹ്മാനെ മാറ്റാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഈ രണ്ടുപേരും പുറത്താവുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ മുസ്ലിം പ്രതിനിധിയായി അൻവർക്ക് മന്ത്രിയാവാം. അതുകൊണ്ട് അൻവർ മന്ത്രിയാവുക എന്ന ആഗ്രഹത്തോടു കൂടി നടത്തുന്ന ശ്രമമാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ലീഗിലേക്ക് ഞാൻ കരുതുന്നത് ലീഗ് എടുക്കുമെന്നാണ്. ഇപ്പൊ ജലീൽ കണ്ടോ നിലപാട് മാറ്റിയത് കണ്ടോ? ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീൽ പതിയെ അൻവറിനൊപ്പം ചേർന്നു. അപ്പം ലീഗിലേക്ക് ജലീലും അൻവറും പോയാൽ ലീഗിന് നിലമ്പൂർ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് കൊടുക്കാൻ ബാധ്യസ്ഥൻ. അവിടെ അടിപിടിയാണ്. ലീഗ് നിലമ്പൂർ സീറ്റ് ചോദിച്ചാൽ കോൺഗ്രസ് കൊടുക്കും. അവിടെ അൻവർക്ക് സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അപ്പൊ ഈ രണ്ടായാലും ഒന്നെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുക, അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ലീഗിലേക്ക് പോയി അവിടുത്തെ ലീഗിന്റെ മന്ത്രിയാവുക എന്നുള്ള കൃത്യമായ ഫോർമുല. ആ അല്ലെങ്കിൽ ഇനി ലീഗ് ബുദ്ധിയുള്ളവരാണ്. അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്താൻ അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ അവര് കോൺഗ്രസിലേക്ക് കൊണ്ടുപോയി മന്ത്രിസ്ഥാനം കോൺഗ്രസിനെ കൊണ്ട് ഉറപ്പാക്കിച്ച് അവിടെ ജയിപ്പിക്കും. കാരണം ലീഗിന് ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം സമ്മതിച്ചേ മതിയാവൂ, ഇതുവരെ ബഫൂണിന്റെ വേഷമായിരുന്നു
വിഡ്ഢിയുടെ വേഷമായിരുന്നു അൻവറെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു പോരാളി വീരപരിവേഷം സൂപ്പർ ഹീറോയുടെ കിട്ടിയിരിക്കുന്നു. വീരപരിവേഷം കിട്ടി. വീരപരിവേഷം കിട്ടിയിരിക്കുന്നു. അൻവർ തന്ത്രപരമായി നീക്കിയ യുദ്ധം ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നലെ വൈകുന്നേരത്തെ അവസ്ഥ അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. നന്ദി.